നമസ്കാരം, AK റൈഡർ 70 ചാനലിൽ സ്വാഗതം. നമ്മളിന്ന് റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ 350യുടെ ഓയിൽ സീൽ, ഷോക്ക് അബ്സർ ഓയിൽ സീലിനെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ ആണ്. ഓയിൽ സീൽ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓയിൽ സീൽ എങ്ങനെയാണ് അത് ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും, പിന്നെ ഓയിൽ സീൽ ലീക്ക് എന്തുകൊണ്ട് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ അടുത്ത് മെസ്സേജിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലീക്കായി വരുന്നതിൻ്റെ മെയിൻ പ്രശ്നം ഓയിൽ സീൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇടാത്തതിൻ്റെ കൊണ്ടാണ് ഇത് വരുന്നത്. ഇതിന് വില, ഈ ഓയിൽ സീൽ ഒരു പാക്കറ്റിനകത്ത് 2 ഓയിൽ സീൽ വരും കേട്ടോ. 2 ഓയിൽ സീലാണ് ഇതിൽ വരുന്നത്. അതിൻ്റെ MRP കാണുന്നുണ്ടല്ലോ, 168 രൂപയാണ്. പിന്നെ ഇതിൻ്റെ പാർട്ട് നമ്പറുണ്ട്. പാർട്ട് നമ്പർ 147632/A. ഇതാണ് അതിൻ്റെ ഓയിൽ സീൽ പാർട്ട് നമ്പറും അതിന് വരുന്ന MRP. ഇതിൽ 2 എണ്ണമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും സുഹൃത്തുക്കൾ ഇടുമ്പോഴത്തേക്ക് ഇത് 2 ഓയിൽ സീലുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അകം വശമാണ് ഇതിനകത്ത് വരാനുള്ളത്. നമ്മൾ സ്റ്റമ്പിലിടുമ്പോൾ ഇതിൻ്റെ ഇതാണ് അകവശം വരുന്നത്, ശ്രദ്ധിക്കണം. ഇത് പുറം വശവും വരും. പുറം വശം കണ്ടോ, ഇതാണ്ട് ഈ ചെറിയ വെട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ ചെറിയ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, കാണാമെന്ന് തോന്നുന്നു. ഇത് കറക്റ്റാണ് കാണാം. ഇതാണ് അതിൻ്റെ പുറം വശം. അകം വശം ഇത് ഇങ്ങനെയാണ് നമ്മൾ ഇടാനുള്ളത്, അല്ലാതെ ഇങ്ങനെയല്ല ഇടാനുള്ളത് കേട്ടോ. ഈ വശം പുറം വരും, ഇത് അകം വരും. ഇതിനകത്ത് സ്പ്രിങ് ഉണ്ട്. കൂടുതലായിട്ടും കണ്ട് ഈ സ്പ്രിങ് ഇതിനകത്ത് വരുന്നതാണ്. ഈ സ്പ്രിങ് നന്നായിട്ട് ഓവലാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഓയിൽ ലീക്ക് ഇതിലോട്ട് അനുഭവപ്പെടാം. നമ്മൾ സ്റ്റമ്പ് വഴി ഓയിൽ ലീക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ രണ്ടാമതായിട്ട് ഇതിൽ നമ്മൾ ഓയിൽ കൂടുതൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റമ്പിൽ ഓയിൽ കൂടുതൽ ഒഴിക്കുകയാണെങ്കിലും ഈ ഓയിൽ ലീക്ക് ഉണ്ടാകും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓയിൽ നമുക്കിതിൽ പറഞ്ഞിട്ടുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഷോക്ക് അബ്സറിൻ്റെ പറഞ്ഞിട്ടുള്ള ഓയിൽ 195 മില്ലിയാണ് കേട്ടോ. നമ്മളൊരു ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ 200 മില്ലി ആയിട്ട് എഴുതിയിരിക്കും. അത്ര ഒഴിച്ചെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. അപ്പോൾ 195 മില്ലിയാണ് ഓരോ സ്റ്റമ്പിലും ഒഴിക്കേണ്ടത്, ബുള്ളറ്റിലെ ഷോക്ക് അബ്സറിൻ്റെ കേട്ടോ. അപ്പോൾ ഓയിൽ നമ്മൾ കൂടുതലായി കഴിഞ്ഞാൽ, ഓയിൽ നമ്മളൊരു ഷേക്ക് വരുമ്പോഴത്തേക്ക് കട്ടറിലൊക്കെ വീഴുമ്പോൾ അതിൻ്റെ പ്രഷർ കൂടിയും നമ്മളെ ഓയിൽ ഈ സീല് പ്രഷർ വന്നിട്ട് ഈ സീലിൻ്റെ ഈ ഭാഗത്താണ് കംപ്ലൈൻ്റ് ആകുന്നത്. ഇതിൻ്റെ ഈ റബ്ബർ ബീഡിങ്ങിനകത്ത് മെറ്റലാണ്, ഇത് മെറ്റലാണ് കേട്ടോ. നമ്മൾ പുതിയ ഓയിൽ സീൽ ഇടുമ്പോഴത്തേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ, നമ്മൾ ഇളക്കുന്നതും ഈ ഭാഗത്തൂടെയാണ്. നമ്മൾ സ്ക്രൂ ഡ്രൈവറോ അതിൻ്റേതായിട്ടുള്ള ടൂൾസ് ഉണ്ട്, അത് ഞാൻ കാണിക്കാം. ടൂൾസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യുന്ന ടൂൾസാണ്. അതിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഓയിൽ സീലിൻ്റെ തന്നെ ഇവിടെ വെച്ചിട്ടാണ്, ഇങ്ങനെ തൊന്നിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇളക്കിയാണ് നമ്മൾ മുകളിലോട്ട് ഓയിൽ സീൽ ഇളക്കേണ്ടത് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് നമ്മളിവിടെ പിടിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ ബോഡിയിൽ, ആ പൈപ്പിനകത്തുള്ള ബോഡിയിൽ ഇവിടെ ടച്ച് ആവാത്ത രീതിയിൽ ഈ ഭാഗം, ഉൾഭാഗം ഇവിടെ വരുന്ന രീതിയിലാണ് ഇതിങ്ങനെ ഇളക്കാനായിട്ട്. പിന്നെ ഓയിൽ ലീക്ക് ആവുന്നത്, നമ്മൾ ഓയിൽ 8,000 കിലോമീറ്റർ ആകുമ്പോൾ ഓയിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് പുതിയ ഓയിൽ നമ്മൾ ഒഴിക്കണം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പഴയ ഓയിൽ തന്നെ വീണ്ടും ഇട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഓയിൽ ഹാർഡായിട്ടും വീണ്ടും നമുക്ക് ഈ റബ്ബറിൻ്റെ ഈ സൈഡിൽ, ഷോക്ക് അബ്സറിൻ്റെ ഈ സൈഡിൽ വരാനായിട്ട് ഹാർഡാകുമ്പോഴത്തേക്ക് ഇവിടെയും അതിൻ്റെ സ്ക്രാച്ച് വന്നിട്ട് ഈ ഭാഗങ്ങളിൽ കൂടെയാണ് ഈ ഓയിൽ ലീക്കായി വരുന്നത്. പിന്നെ മണ്ണും പൊടിയും അടിക്കുമ്പോഴത്തേക്ക് ഇതിന് കവർ സീലുണ്ട്. നമ്മൾ ഈ സീലിനകത്ത് തന്നെ നമ്മൾ ഡസ്റ്റ് കവറുണ്ട്. ആ കവർ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഷോക്ക് അബ്സർ പൈപ്പിനകത്തൂടെയും ഇതിനകത്ത് പൊടി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയും ഇത് ലീക്കാവുന്നുണ്ട് കേട്ടോ. പിന്നെ ഓയിൽ സീൽ ചില വർക്ക്ഷോപ്പിൽ നമ്മൾ പറയുന്നുണ്ട്, ചിലർ നമുക്ക് മെസ്സേജ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു, ഓയിൽ സീൽ തിരിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ ഇവിടെ സ്ഥലം ഞാൻ പറയുന്നില്ല, തിരുവനന്തപുരത്ത് തന്നെ
പ്ലാനിങ്ങും ഇടയിൽ നിയമത്തിനും ഇടയിലൊരു വർക്ക്ഷോപ്പിൽ അയാൾ പറഞ്ഞിട്ടുണ്ട്. അയാൾ എനിക്ക് മെസ്സേജ് അയച്ചു തന്നെയാണ്. നമ്മളൊരു യൂട്യൂബർ ബായി എന്നെ മെസ്സേജ് അയച്ച് വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോൾ ഈ ഓയിൽ സീല് തിരിച്ചിട്ടിരുന്നുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ലീക്കായെന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചിടുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടും കാണാൻ ഒരുപോലെ ഇരിക്കും, പക്ഷെ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഇതിങ്ങനെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതാണ്ടില്ലേ, ഇതിങ്ങനെ നമ്മൾ തിരിച്ചിടുമ്പോഴത്തേക്ക് ഓയിൽ ലീക്കാവും. നമ്മളെപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭാഗം ഈ വരുന്ന വെട്ടിൻ്റെ ഈ ഉപരിഭാഗം കുറച്ച് സ്ഥലമുണ്ട് ഇവിടെ കുറച്ച് നന്നായിട്ടുള്ളൊരു ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. കുറച്ച് ഇതായിട്ടിരിക്കുന്ന ഭാഗമാണ് കണ്ട് ഇത്രയും ഭാഗമുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് ഉണ്ട് ഇതിൻ്റെ അടി, ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇത് ചെറിയ ഭാഗമേ ഇവിടെ ശകല സ്ഥലമേ ഉള്ളൂ. ഇത് കുറച്ച് ഭാഗം ഇവിടെ ഉണ്ട്. ഇവിടെ ഒന്നും നോക്കണ്ട, ഇത് ലെറ്റർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ ലെറ്ററിൻ്റെ കണക്കിന് നമ്മൾ ഇട്ടാൽ മതി. ഇങ്ങനെയാണ് ഇടാനുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഷോക്ക് അബ്സർ ഓയിൽ ചേഞ്ചും അല്ലെങ്കിൽ നമ്മുടെ ഓയിൽ സീല് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പല വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് എടുത്തങ്ങ് ചേഞ്ച് ചെയ്യുന്നതും അതിനകത്തുള്ള ട്യൂബ് ഇളക്കുന്നതുമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ട്യൂബ് ഇളക്കുന്നത് ഇതുപോലുള്ള ഒരു എക്സ്ട്രാ ടൂളാണിത്. ഇവിടെ നമ്മളൊരു കമ്പി വെച്ചിട്ട് വെൽഡ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് ചിലവർക്കൊന്നും അറിയാൻ കഴിയില്ല. ഇത് 14ൻ്റെ ഒരു ബോൾട്ടാണ്. 14ൻ്റെ ബോൾട്ട് വെച്ച് ഞാനിതിൽ വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. 14ൻ്റെ ബോൾട്ടാണ് കേട്ടോ. ഇതാണ് അകത്ത് നമ്മൾ ട്യൂബിൽ, ആ ട്യൂബ് ഞാനിതിൽ കാണിക്കാം. ഷോക്ക് അബ്സറിൽ നിന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ ട്യൂബിനകത്തോട്ട് ഇട്ടിട്ടാണ് നമ്മൾ മേളിൽ 6ൻ്റെ എൽ കീ കൊണ്ടാണ് 6 എൽ കീ ബോൾട്ട് നമ്മൾ ഊരിയെടുക്കുന്നത് കേട്ടോ. നമ്മൾ ചിലപ്പോൾ ഇത് വീഡിയോയിൽ കാണുന്നുണ്ട്, ഒരു സാധനകത്തെടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവർ ഇട്ട് ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റില്ല ഇതെങ്ങനെയാണ് ഇതിനകത്തുള്ള സാധനം എന്താണ് ഇട്ടിരിക്കുന്നതെന്നുള്ളത് നമുക്ക് ചിലവർക്കെങ്കിലും ഒരു സംശയം കാണും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഇതിനകത്തിടുന്ന അതിൻ്റെ സ്പെഷ്യൽ ടൂളിൽ ഏത് ബോൾട്ടാണ് വരുന്നത് എന്താണെന്നുള്ളത്. ഇത് നമ്മളിതിനെ ഈ ബോൾട്ട് വെച്ച് വെൽഡ് ചെയ്തിട്ടാണ്. ഇതേപോലെ ഒരു അര മീറ്റർ ഉണ്ട് കേട്ടോ ഈ കമ്പി. ഈ കമ്പി 1/2 മീറ്റർ നീളമുണ്ട്. അപ്പോൾ ഇതിനെ വെച്ചിട്ടാണ് 14ൻ്റെ വെച്ച് വെൽഡ് ചെയ്തിരിക്കുന്നത്. ഇത് പലവർക്കും സംശയം ഉള്ളതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഓയിൽ സീൽ ഇളക്കാൻ വേണ്ടിയിട്ട് സ്റ്റമ്പിൽ നിന്ന് നമുക്ക് ഇളക്കണമല്ലോ. ഇളക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വച്ചിരിക്കുകയാണ്. ഇത് വച്ചിട്ട് ഇവിടെ ഇത്രയും ഗ്രൈൻഡ് ചെയ്ത് കളയുക. ഇവിടുന്ന് ഈ ഭാഗത്ത് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓയിൽ സീല് ഇപ്പോൾ അകത്തിരിക്കണമെന്ന് വെച്ചോ, ഈ ഓയിൽ സീലിനെ നമുക്ക് സ്റ്റമ്പിൻ്റെ അകത്തൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ ഇതിങ്ങനെ അങ്ങ് മാറും കേട്ടോ, പഴയ ഓയിൽ സീൽ. അപ്പോൾ ഇത് നമുക്ക് ഇത്ര അത്യാവശ്യം അറിഞ്ഞിരിക്കണം. നമുക്ക് ആർക്കും ഓയിൽ സീല് മാറ്റാം. ഓയിലിൻ്റെ അളവ് 195 മില്ലിയാണ്. ഓയിൽ സീലിൻ്റെ ഭാഗം ഇതാണ്, പുറം ഭാഗം വരുന്നത് കേട്ടോ. ഇതേപോലെയുള്ള ഒരു ടൂള് വേണം. ടീ റാഡാണ്. റാഡ് എടുത്തിട്ട് ഇവിടെ 14ൻ്റെ ഒരു നെറ്റ് വെച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ അകത്തിട്ട് 6ൻ്റെ എല്ലെങ്കി കൊണ്ട് നമുക്ക് ഷോക്ക് അബ്സറിനെ ഉരിയെടുക്കാം. ഓക്കെ, ഇത് ഇത്രയും ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തത് താങ്കൾക്ക് ആ ഇൻഫർമേഷൻ നമുക്ക് അയക്കണമെന്നുള്ളതുകൊണ്ടാണ്. പലരും ചോദിച്ച് ഇതിനു മുമ്പാണ്, കുറച്ച് ദിവസമായി കേട്ടോ ഇത് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. ഈ വീഡിയോ ഉപകാരമായാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഭായിമാർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോകളൊന്നും ആരും ഇങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് നമുക്കിത് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് കാണിച്ചു കൊടുക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, താങ്ക് യു.